സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 വെറും ഒരു സീസൺ മാത്രമല്ല, അതൊരു വിടവാങ്ങലാണ്. നെറ്റ്ഫ്ലിക്സിനെ അടയാളപ്പെടുത്തിയ, ഒരു തലമുറയുടെ ആരാധനാലോകം രൂപപ്പെടുത്തിയ, ബാല്യകാലത്തെ ഗൃഹാതുരത്വത്തെ ആഗോള പോപ്പ് സംസ്കാരമാക്കി മാറ്റിയ ഒരു ഷോയുടെ അവസാന അധ്യായമാണിത്. സത്യം പറഞ്ഞാൽ സീസൺ 5 പലപ്പോഴും അമിതമായ കഥാപാത്രങ്ങളെ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ പാടുപെടുന്നതായി തോന്നുന്നുണ്ട്. ഇതിലെ പ്ലോട്ട് അല്പം സങ്കീർണമാണ്. ദൃശ്യവിസ്മയങ്ങൾ പലപ്പോഴും മടുപ്പിക്കുന്നു. ഷോ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്തോറും അപ്സൈഡ് ഡൗൺ എന്ന ലോകത്തിന്റെ നിഗൂഢതയും ശക്തിയും കുറയുന്നതായി അനുഭവപ്പെടുന്നു. ദൃശ്യങ്ങൾ ഗംഭീരമാണെങ്കിലും ആഴത്തിലുള്ള പരിശോധനയിൽ കഥയുടെ യുക്തി പലയിടത്തും തകരുന്നുണ്ട്. എന്നാൽ കൃത്യം അവസാനമെത്തുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. കഥാപാത്രങ്ങളെ വെറും കുട്ടികളായി കാണുന്നത് നിർത്തി നടീനടന്മാരെ പോലെ തന്നെ അവരും മുതിർന്നവരായി എന്ന് ഷോ ഒടുവിൽ അംഗീകരിക്കുന്നു. ആ വിടവാങ്ങൽ ഹൃദയസ്പർശിയായതും ലളിതവും വൈകാരികമായി സത്യവുമാണ്. ഒരു വലിയ യുദ്ധരംഗത്തേക്കാൾ എത്രയോ മടങ്ങ് മികച്ചതാണ് ആ നിമിഷം. കാരണം സ്ട്രേഞ്ചർ തിങ്സ് ഒരിക്കലും രാക്ഷസന്മാരെക്കുറിച്ചോ മറ്റു ലോകങ്ങളെക്കുറിച്ചോ മാത്രമായിരുന്നില്ല. ആ അമാനുഷിക കാര്യങ്ങളെല്ലാം വെറും പുറംമൂടി മാത്രമായിരുന്നു. അതിൻ്റെ കാതലെപ്പോഴും ഹൃദയസ്പർശിയായ കഥാപാത്രങ്ങളും ബാല്യകാലത്തെ ഭാവനകളുമായിരുന്നു. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്ട്രേഞ്ചർ തിങ്സിന്റെ എല്ലാ സീസണുകളും ഏറ്റവും മോശം മുതൽ മികച്ചതുവരെ റാങ്ക് ചെയ്യാം. ഏറ്റവും താഴെ 5-ാം സ്ഥാനത്ത് സീസൺ 3. തെറ്റിദ്ധരിക്കരുത്, സീസൺ 3 രസകരമാണ്. ഇത് വർണ്ണാഭതവും ഊർജ്ജസ്വലവുമാണ്. എന്നാൽ സ്ട്രേഞ്ചർ തിങ്സ് അതിൻ്റെ തന്നെ ഒരു കാർട്ടൂൺ പതിപ്പായി മാറിയത് ഈ സീസണിലാണ്. റഷ്യൻ സബ്പ്ലോട്ട് അവിശ്വസനീയമാണ്. ഹോപ്പർ ഒരു കോമഡി കഥാപാത്രമായി മാറുന്നു. ഗൗരവകരമായ അപകടങ്ങളും അനാവശ്യമായ തമാശകളും തമ്മിലുള്ള താളം പലപ്പോഴും തെറ്റുന്നുണ്ട്. മോൾ സെറ്റിംഗ് ഐക്കോണിക് ആണെങ്കിലും അത് പലപ്പോഴും കഥയുടെ വൈകാരിക ഭാരത്തെ കുറച്ചുകളയുന്നു. ബില്ലിയുടെ മാറ്റവും ഫിനാലെയും മികച്ചതാണെങ്കിലും മൊത്തത്തിൽ സീസൺ 3 ഉള്ളടക്കത്തേക്കാൾ ഉപരി സ്റ്റൈലിന് പ്രാധാന്യം നൽകി. 4-ാം സ്ഥാനത്ത് സീസൺ 5. ഈ സീസൺ എല്ലാ കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മിത്തോളജി അവസാനിപ്പിക്കണം, എല്ലാ കഥാപാത്രങ്ങൾക്കും കൃത്യമായ ക്ലൈമാക്സ് നൽകണം, മുൻപത്തേക്കാൾ വലുതായിരിക്കണം. ഇതാണിതിൻ്റെ പ്രധാന പ്രശ്നവും. ഒരുപാട് കഥാപാത്രങ്ങൾ, ഒരുപാട് സ്ഥലങ്ങൾ, അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന രീതി. നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്തോറും അപ്സൈഡ് ഡൗൺ എന്ന നിഗൂഢത കുറയുന്നതായി അനുഭവപ്പെടുന്നു. പ്ലോട്ട് പലപ്പോഴും ഒരു കഥയെന്നതിലുപരി ഒരു ചെക്ക് ലിസ്റ്റ് പോലെ തോന്നിക്കുന്നു. എങ്കിലും സീസൺ 3യേക്കാൾ മുകളിൽ സീസൺ 5 വരുന്നത് അതിൻ്റെ വൈകാരികമായ ഒടുക്കം കൊണ്ടാണ്. വില്ലിൻ്റെ കമ്മിങ് ഔട്ട് നിമിഷം, ആ ശാന്തമായ എപ്പിലോഗ്, എല്ലാം വിട്ടുപിരിയുന്നു എന്ന തോന്നൽ. കഥയിൽ പാളിച്ചകളുണ്ടെങ്കിലും വിടവാങ്ങൽ മനോഹരമാണ്. 3-ാം സ്ഥാനത്ത് സീസൺ 2. ഈ ഷോയിലെ ഏറ്റവും കുറച്ചുമാത്രം വിലയിരുത്തപ്പെട്ട സീസണാണിത്. ആഘാതങ്ങൾ, അതിൻ്റെ പരിണിതഫലങ്ങൾ, സ്വത്വബോധം എന്നിവയെക്കുറിച്ച് സ്ട്രേഞ്ചർ തിങ്സ് സംസാരിക്കാൻ തുടങ്ങുന്നത് ഇവിടെയാണ്. മൈൻഡ് ഫ്ലയർ ഒരു അദൃശ്യ ഭീഷണിയായി മികച്ച രീതിയിൽ വർത്തിക്കുന്നത് ഈ സീസണിലാണ്. ചിക്കാഗോ എപ്പിസോഡ് പോലുള്ള ചില പാളിച്ചകളുണ്ടെങ്കിലും സീസൺ 1ന്റെ നിഷ്കളങ്കതയിൽ നിന്ന് സീസൺ 4ന്റെ ഇരുണ്ട ലോകത്തേക്കുള്ള കൃത്യമായ പാലമാണ് ഈ സീസൺ. 2-ാം സ്ഥാനത്ത് സീസൺ 4. ഇത് സ്ട്രേഞ്ചർ തിങ്സിന്റെ ഏറ്റവും ധൈര്യവും ഇരുണ്ടതുമായ സീസണാണ്. വെക്നയാണ് ഈ ഷോയിലെ ഏറ്റവും മികച്ച വില്ലൻ. അവൻ ശക്തനായതുകൊണ്ടല്ല, മറിച്ച് അവൻ കഥാപാത്രങ്ങളുമായി അത്രമേൽ ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ്. ദൃശ്യവിസ്മയത്തേക്കാൾ മാനസികമായ ആഘാതങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം. പ്രത്യേകിച്ച് മാക്സിന്റെ കഥാഭാഗങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുന്നു. 1-ാം സ്ഥാനത്ത് സീസൺ 1. അതിനെ മറികടക്കാൻ മറ്റൊന്നിനും ഇതുവരെ കഴിഞ്ഞില്ല. സീസൺ 1 ലളിതവും നിഗൂഢവും വൈകാരികമായി ദൃഢവുമാണ്. കുട്ടികൾ യഥാർത്ഥമായി തോന്നി. അവരുടെ സൗഹൃദം ആത്മാർത്ഥമായിരുന്നു. അപ്സൈഡ് ഡൗണിനെ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് തന്നെ അത് വല്ലാതെ ഭയപ്പെടുത്തി. ഇതിൽ അനാവശ്യമായ മിത്തോളജികളോ വെറും കാട്ടിക്കൂട്ടലുകളോ ഇല്ല. ആകാംക്ഷയും ഭയവും ബാല്യകാല ഭാവനകളും മാത്രം. സീസൺ 1 ആണ് സ്ട്രേഞ്ചർ തിങ്സിന്റെ ആത്മാവ്. പിന്നീട് വന്ന സീസണുകളെല്ലാം ആ ആദ്യ സീസണിന്റെ മാന്ത്രികത വീണ്ടും പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. സ്ട്രേഞ്ചർ തിങ്സ് അവസാനിച്ചത് ഒരു വലിയ യുദ്ധത്തിലൂടെയല്ല, മറിച്ച് അതിൻ്റെ ഏറ്റവും സത്യസന്ധമായ നിമിഷത്തിലൂടെ. വളർന്നുവരിക എന്നർത്ഥം ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചു പോവുക എന്നതാണ്.